Hi all, welcome to Prepscale. ടീച്ചിങ് പ്രൊഫഷൻ ഇഷ്ടപ്പെടുന്ന ഒരു ബിടെക് ഗ്രാജുവേറ്റ് ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും മികച്ച അവസരമാണ് ലെക്ചർ ഇൻ പോളിടെക്നിക് കോളേജസ് എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജുകളിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായിട്ടുള്ള ഈ ഒരു ലെക്ചർ എക്സാം PSC കണ്ടക്ട് ചെയ്യുന്നത് ഈ വരുന്ന ജൂലൈ മാസമാണ് PSC കണ്ടക്ട് ചെയ്യുന്നത്. എല്ലാവരും ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള ഫൈനൽ പ്രിപ്പറേഷനിലായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലെക്ചർ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, അതേപോലെ തന്നെ ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ്, ലെക്ചർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ലെക്ചർ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ലെക്ചർ ഇൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. ഓക്കെ, ഈ തസ്തികകളിലേക്കുള്ള സിലബസ് ഓൾറെഡി നിങ്ങളൊക്കെ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ യൂഷ്വലി ടെക്നിക്കൽ കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കാത്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സിലബസിൽ ഉൾപ്പെട്ടതായിട്ട് കാണാൻ വേണ്ടി പറ്റും. സോ ഈ ഒരു സിലബസ് വന്നതിനെ തുടർന്ന് നമുക്ക് കുറേ എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു പോർഷൻസ്, അതായത് നമ്മുടെ സിലബസിലെ പാർട്ട് 1 എന്നുള്ള പോർഷൻസിൻ്റെ കോഴ്സസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് നിരന്തരമായി കുറേ എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു എൻക്വയറീസിനൊക്കെ ഉത്തരം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ നമ്മൾ ആ ഒരു പാർട്ട് A അല്ലെങ്കിൽ പാർട്ട് 1 ആ ഒരു സിലബസിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു കോഴ്സായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പോവുകയാണ്. സോ ആ ഒരു കോഴ്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പോസ്റ്റുകളിലേക്ക് വേണ്ടിയിട്ടുള്ള എക്സാമിൻ്റെ ഡേറ്റും ഈ ഒരു സ്ലൈഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു ഡേറ്റ്സും നമുക്കൊന്ന് നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗ് ലെക്ചർ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് എക്സാം PSC കണ്ടക്ട് ചെയ്യുന്നത് 7/7/2023 അതേപോലെ തന്നെ ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് എന്നുള്ള പോസ്റ്റിലേക്കുള്ള എക്സാം കണ്ടക്ട് ചെയ്യുന്നത് 24/7/2023 ലെക്ചർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 25/7/2023 അതേപോലെ തന്നെ ലെക്ചർ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നുള്ള എക്സാം PSC കണ്ടക്ട് ചെയ്യുന്നത് 26/7/2023 ലെക്ചർ ഇൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എന്നുള്ള ആ ഒരു തസ്തികയ്ക്ക് വേണ്ടിയിട്ടുള്ള എക്സാം PSC കണ്ടക്ട് ചെയ്യുന്നത് 27/7/2023. ഓക്കെ, സോ നിങ്ങൾ ഏതാണോ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ് അതിൻ്റെ ഡേറ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു പാർട്ട് 1, ആ ഒരു പാർട്ട് 1 നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് തുടങ്ങിയ കാര്യങ്ങളും നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ നമ്മൾ ഈ ഒരു സിലബസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് 2 പാർട്ടായിട്ടാണ് സിലബസ് ഉള്ളത്. സോ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് ഏകദേശം ഒരു 5 സെഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്കിയുള്ള പാർട്ടുകൾ നമ്മുടെ എന്താണ് കോർ സബ്ജക്റ്റ് ആണ്. പലരും നമ്മുടെ കോർ സബ്ജക്റ്റുകൾ ബാക്കിയുള്ള ടെക്നിക്കൽ എക്സാമിനും കാര്യങ്ങൾക്കും പഠിക്കുന്നതുകൊണ്ട് പലരും എന്താണ് നമ്മുടെ കോർ സബ്ജക്റ്റിൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. പക്ഷേ നമ്മുടെ ഈ പാർട്ട് 1 എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഏരിയയാണ് നമ്മുടെ പാർട്ട് 1 എന്നുള്ളത്. സോ ആ ഒരു പാർട്ട് 1 എന്നുള്ള സെക്ഷനിൽ നമുക്ക് 30 മാർക്കിനാണ് ചോദ്യം ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പാർട്ട് 1 എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം പാർട്ട് 1 എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും ആ ഒരു പാർട്ട് 1 കാര്യങ്ങൾ നോക്കാണ്ട് നമ്മൾ ആ ഒരു എക്സാം പോയി അറ്റൻഡ് ചെയ്യരുത്. സോ നമുക്ക് പാർട്ട് 1 എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു ഒന്നുമില്ല, നമുക്ക് ജസ്റ്റ് ആ ഒരു പാർട്ട് 1 എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് ആ ഒരു പാർട്ട് 1 പഠിക്കാനുള്ളത് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ടെക്നിക്കൽ മാത്തമാറ്റിക്സ് എന്നുള്ള ആ ഒരു സെഷനാണ്. സോ ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞു ഓൾറെഡി ആ ഒരു പാർട്ട് 1 എന്ന് വരുന്നത് 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൽ അതിന് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എന്താണ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ടെക്നിക്കൽ മാത്തമാറ്റിക്സ് എന്നാണ് വരുന്നത്. ഈ ടെക്നിക്കൽ മാത്തമാറ്റിക്സിലെ സിലബസ് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് മെട്രിക്സും ഡിറ്റർമിനൻസും ആണ് ആദ്യം വരുന്നത്. സോ മെട്രിക്സിലെ ഐഡന്റിഫിക്കേഷൻ ഓഫ് മെട്രിക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻ, അതേപോലെ തന്നെ അഡ്ജോയിന്റും ഇൻവേഴ്സും, ഇത്രയും കാര്യങ്ങൾ നമുക്ക് മെട്രിക്സ് എന്നുള്ള ആ ഒരു സെഷനിൽ പഠിക്കാനുണ്ട്. ഇനി ഡിറ്റർമിനൻസിലേക്ക് വരുമ്പോൾ ഇവല്യൂഷൻ ഓഫ് സെക്കൻഡ് ആൻഡ് തേർഡ് ഓർഡർ, അതിൽ മൈനർ ആൻഡ് കോഫാക്ടർ മെട്രിക്സ്, സൊല്യൂഷൻ ഓഫ് സൈമുൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻ, 3 unknown യൂസിങ് ക്രാമേഴ്സ് റൂൾ. ഓക്കെ, ഈ കാര്യം പഠിക്കാനുണ്ട്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ബൈനോമിയൽ സീരീസും ബൈനോമിയൽ എക്സ്പാൻഷനുമാണ് വരുന്നത്. പിന്നെ എന്താണ് നമുക്ക് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് വരുന്നുണ്ട്. അവിടെ തന്നെ നമ്മുടെ സൈൻ ഓഫ് ഫംഗ്ഷൻസ് ഇൻ ഈച്ച് ക്വാഡ്രന്റ്, പിന്നെ അതേപോലെ തന്നെ ട്രിഗ്നോമെട്രിക് വാല്യൂസ് ഓഫ് ആംഗിൾസ്, പിന്നെ എന്താ പ്രോപ്പർട്ടീസ് ഓഫ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്, അപ്ലിക്കേഷൻ ഓഫ് ഐഡന്റിറ്റീസ് സൈൻ A+B, cos A+B, tan A+B. ഓക്കെ, ബേസിക് ആയിട്ടുള്ള ട്രിഗ്നോമെട്രിക്കിൻ്റെ ഫംഗ്ഷൻസിൻ്റെ അപ്ലിക്കേഷനാണ് അവിടെ വരുന്നത്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് കോർഡിനേറ്റ് ജിയോമെട്രിയാണ് വരുന്നത്. അവിടെ എന്താണ് ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ, സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം, അതേപോലെ തന്നെ ആംഗിൾ ബിറ്റ്വീൻ 2 കണ്ടീഷൻസ് ഫോർ 2 ലൈൻ ടു ബി പെർപെൻഡിക്കുലർ ആൻഡ് പാരലൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കോർഡിനേറ്റ് ജിയോമെട്രിയിലുള്ളത്. പിന്നെ എന്താണ് നമുക്ക് ഡിഫറൻസിയേഷൻ്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി, ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ, ഇക്വേഷൻസ്, ടാൻജന്റ് ആൻഡ് നോർമൽസ്, മാക്സിമം ആൻഡ് മിനിമം ഓഫ് ഫംഗ്ഷൻ ഓഫ് 1 വേരിയബിൾ,
ഓക്കെ, പിന്നെ എന്താണ് ഇൻ്റഗ്രേഷൻ ഓഫ് ഫംഗ്ഷൻസ് ആണുള്ളത്. അവിടെ ഇൻ്റഗ്രേഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ, നമ്മുടെ എന്താ ബേസിക് ആയിട്ടുള്ള ഇൻ്റഗ്രേഷൻ. പിന്നെ എന്താണ് നമുക്ക് അടുത്തതായിട്ട് അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ. ഓക്കെ, ഏരിയ ബൗണ്ടഡ് ബൈ ദി കർവ് ആൻഡ് എക്സ് ഓർ വൈ ആക്സിസ്. ഓക്കെ, സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ യൂസിങ് മെത്തേഡ് ഓഫ് വേരിയബിൾ സെപ്പറബിൾ. പിന്നെ എന്താ സൊല്യൂഷൻ ഓഫ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടെക്നിക്കൽ മാത്തമാറ്റിക്സ് എന്നുള്ള ആ ഒരു സെഷനിൽ പഠിക്കാനുള്ളത്. സോ നമ്മൾ എന്താ 5 സെമസ്റ്ററിലായിട്ട് ബിടെക്കിൽ ഈ മാത്തമാറ്റിക്സിൻ്റെ ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ചതാണ്. സോ ആ ഒരു കാര്യങ്ങളൊന്നും നമുക്ക് എന്താ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്നില്ല. നമുക്ക് ഇത്രയും കാര്യങ്ങൾ മാത്രം മതി ഈ ടെക്നിക്കൽ മാത്തമാറ്റിക്സ് എന്നുള്ള ആ ഒരു സെഷനിൽ. സോ ഇവിടെ നമുക്ക് 10 മാർക്ക്, നമ്മുടെ പാർട്ട് 1ൻ്റെ 10 മാർക്ക് എന്തിനാണ്? ടെക്നിക്കൽ മാത്തമാറ്റിക്സ് എന്നുള്ള സെഷനാണ്. ഒരിക്കലും നമ്മൾ ഈ ഒരു ടെക്നിക്കൽ മാത്തമാറ്റിക്സ് എന്നുള്ള ആ ഒരു സെഷൻ ഈ ഒരു എക്സാമിന് പോകുമ്പോൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്നതാണ് ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ്. സോ ഈ ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ് എന്നുള്ള ആ ഒരു സെഷനിൽ നമുക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. സോ ഈ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ, ഈ 5 മാർക്കിന് വേണ്ടി നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? നമ്മുടെ മെറ്റീരിയൽസ്, കൺസ്ട്രക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്. അവിടെ എന്താ നമ്മുടെ ബ്രിക്സിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ബ്രിക്സും അതിൻ്റെ വെറൈറ്റീസിനെ പറ്റി പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ സിമെൻറ്റിൻ്റെ വെറൈറ്റീസ്, ഗ്രേഡ് ഓഫ് സിമെൻറ്റ് ആൻഡ് ഇറ്റ്സ് യൂസ്, ആ ഒരു കാര്യങ്ങൾ. പിന്നെ അതേപോലെ തന്നെ സ്റ്റീൽ, ടൈപ്പ് ഓഫ് സ്റ്റീൽ, റീഎൻഫോഴ്സ്മെൻറ്റ്. പിന്നെ എന്താണ് നമുക്ക് അഗ്രിഗേറ്റ്സിനെ പറ്റി പഠിക്കാനുണ്ട്, ടൈപ്സ് ആൻഡ് റിക്വയർമെൻറ്റ് ഓഫ് ഗുഡ് അഗ്രിഗേറ്റ്സ്. പിന്നെ എന്താണ് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആസ് പെർ IS കോഡ്. പിന്നെ എന്താ നമ്മുടെ കോമ്പോസിഷൻ ആൻഡ് ക്യൂറിങ്. ഓക്കെ, നമ്മുടെ കോൺക്രീറ്റിൻ്റെ കോമ്പോസിഷനും അതിൻ്റെ ക്യൂറിങ്ങിനെ പറ്റിയിട്ടൊക്കെയാണ് നമുക്ക് ഈ മെറ്റീരിയൽസ് എന്നുള്ള ആ ഒരു സെഷനിൽ പഠിക്കാനായിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മുടെ കൺസ്ട്രക്ഷൻ എന്നുള്ള സെഷനാണ്. സോ ഈ കൺസ്ട്രക്ഷൻ എന്നുള്ള സെഷനിൽ നമുക്ക് ബിൽഡിങ്ങിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ്, അതായത് നമ്മുടെ ഫൗണ്ടേഷൻ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മേസണറി, ഓക്കെ, ടൈപ്സ് ഓഫ് മേസണറി, ബ്രിക്ക് മേസണറി, അതിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് ബോണ്ട്, ഫ്ലെമിഷ് ബോണ്ട്, ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കൺസ്ട്രക്ഷൻ എന്നുള്ള ആ ഒരു സെഷനിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മുടെ സർവേയിങ് ആണ്. അവിടെ നമുക്ക് ചെയിൻ സർവേയിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്, അതേപോലെ തന്നെ നമ്മുടെ ഫീൽഡ് വർക്ക്, ഫീൽഡ് ബുക്ക്, ആ ഒരു കാര്യങ്ങളും, പിന്നെ സെക്ഷൻ ഓഫ് സർവേ സിറ്റുവേഷൻ, യൂണിറ്റ് ഓഫ് ലാൻഡ് ഏരിയ, ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സർവേയിങ് എന്നുള്ള ആ ഒരു സെഷനിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്തതായിട്ട് ലെവലിംഗ് ആണ്. സോ ലെവലിംഗിൽ നമുക്ക് ലെവലിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സിനെ പറ്റിയിട്ടും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, ബെഞ്ച് മാർക്ക്, ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ലെവലിംഗ് എന്നുള്ള ആ ഒരു സെഷനിൽ പഠിക്കാനുള്ളത്. ഓക്കെ, സോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസ് ഡിസ്കസ് ചെയ്യുന്നൊന്നുമില്ല. നമ്മുടെ ബേസിക് സിവിൽ എഞ്ചിനീയറിംഗിൽ നമുക്ക് മെറ്റീരിയൽസിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്, കൺസ്ട്രക്ഷനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്, സർവേയിങ്ങിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്, ലെവലിങ്ങിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, ഈ ഒരു സിവിലിൻ്റെ ഏരിയയിൽ നിന്ന് നമുക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇനി അടുത്തതായിട്ടുള്ളതാണ് നമ്മുടെ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. സോ ഈ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നമുക്ക് ഇന്റേണൽ കമ്പഷൻ എഞ്ചിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്, ആദ്യത്തെ ടോപ്പിക്ക്. സോ ആ ഇന്റേണൽ കമ്പഷൻ എഞ്ചിനിൽ നമുക്ക് 2 സ്ട്രോക്ക് എഞ്ചിൻ, 4 സ്ട്രോക്ക് എഞ്ചിൻ, ഈ 2 സ്ട്രോക്ക് എഞ്ചിനും 4 സ്ട്രോക്ക് എഞ്ചിനും തമ്മിലുള്ള കമ്പാരിസൺ, പിന്നെ അതിൻ്റെ 2 സ്ട്രോക്ക് എഞ്ചിൻ്റെ വർക്കിംഗ്, 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ വർക്കിംഗ്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ട്രാൻസ്മിഷൻ സിസ്റ്റം, അതിൽ ക്ലച്ച്, ഗിയർ, പിന്നെന്താ നമ്മുടെ ഡിഫറൻഷ്യൽ, അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ആണ് നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് IC എഞ്ചിൻ എന്നുള്ള ആ ഒരു സെഷനിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് ഇമ്പോർട്ടൻസ് ഓഫ് പവർ പ്ലാന്റ്. സോ ഈ പവർ പ്ലാന്റ് എന്നുള്ള ആ ഒരു സെഷനിൽ നമുക്ക് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്, തെർമൽ പവർ പ്ലാന്റ്, ന്യൂക്ലിയർ പവർ പ്ലാന്റ്, ഇതിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രവും പിന്നെന്താ ഓരോ കമ്പോണൻസിൻ്റെയും വർക്കിങ്ങും അതിൻ്റെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് പഠിക്കാനുള്ളത്. ഈ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ സെഷനിൽ നമുക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് വരിക. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മുടെ ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. സോ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. സോ ഈ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ വരുമ്പോൾ നമ്മുടെ എന്താണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കറണ്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പവർ, EMF, റെസിസ്റ്റൻസ് ആൻഡ് ഇറ്റ്സ് ലോസ്, പിന്നെ അതേപോലെ തന്നെ സീരീസ് ആൻഡ് പാരലൽ സർക്യൂട്ട്. ഓക്കെ, പിന്നെന്താ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിസം, ജനറേഷൻ ഓഫ് AC ആൻഡ് DC സപ്ലൈ, പിന്നെ എന്താ നമ്മുടെ ഐഡിയ ഓഫ് ബേസിക് ഇലക്ട്രിക് സർക്യൂട്ട്. ഈ ഐഡിയ ഓഫ് ബേസിക് ഇലക്ട്രിക് സർക്യൂട്ടിൽ നമ്മുടെ എന്താ നമ്മുടെ കറണ്ട് ഡിവിഷൻ റൂള്, വോൾട്ടേജ് ഡിവിഷൻ റൂള്, കറണ്ട് ആൻഡ് വോൾട്ടേജ് ഇൻ പാരലൽ സർക്യൂട്ട്സ്, ആ ഒരു കാര്യങ്ങൾ, പിന്നെന്താ പവർ, എനർജി, സൊല്യൂഷൻ ഓഫ് DC സർക്യൂട്ട് വിത്ത് കാൽക്കുലേഷൻ ഓഫ് എനർജി കൺസപ്ഷൻ ഓഫ് എൻ ഇൻസ്റ്റാളേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഐഡിയ ഓഫ് ബേസിക് ഇലക്ട്രിക് സർക്യൂട്ട് എന്നുള്ള ആ ഒരു സെഷനിൽ പഠിക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് നമ്മുടെ സർക്യൂട്ട് പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ്, ഇൻഡക്റ്റൻസ്. പിന്നെ ഈ റെസിസ്റ്റൻസും കപ്പാസിറ്റൻസും ഇൻഡക്റ്റൻസും നമ്മുടെ AC സർക്യൂട്ടുകളിൽ, അല്ലെങ്കിൽ റെസിസ്റ്റൻസും കപ്പാസിറ്റൻസും ഇൻഡക്റ്റൻസും ACയിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെന്താ നമ്മുടെ ഇലക്ട്രിക് സർക്യൂട്ട് ഓഫ് എൻ ഇൻസ്റ്റാളേഷൻ, അവിടെ നമ്മുടെ എർത്തിങ്ങും ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക്
ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു സെഷനിൽ പഠിക്കാനുള്ളത്. ഇതും എന്താണ്, നമുക്ക് 5 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്നതാണ് നമ്മുടെ എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നുള്ളത്. സോ ഈ എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നുള്ളവർക്ക് നമ്മുടെ ഇലക്ട്രോണിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അവിടെ ഫസ്റ്റ് തന്നെ ആക്റ്റീവ് ആൻഡ് പാസീവ് ഡിവൈസ്, അതേപോലെ തന്നെ നമ്മുടെ LED അതിൻ്റെ വർക്കിംഗ് ആപ്ലിക്കേഷൻ, പിന്നെ അതേപോലെ തന്നെ കമ്പാരിസൺ ബിറ്റ്വീൻ LED ആൻഡ് CFL ലൈറ്റിംഗ്, പിന്നെ നമുക്ക് ഫുൾ വേവ് റെക്ടിഫയേഴ്സിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ 5 വോൾട്ട് പവർ സപ്ലൈ, ബ്രിഡ്ജ് റെക്ടിഫയർ വിത്ത് 7805, നമ്മുടെ റെഗുലേറ്റർ IC ആണ് 7805 എന്നുള്ളത്. സോ ബ്രിഡ്ജ് റെക്ടിഫയറും ആ 7805ഉം ICയും വെച്ചിട്ടുള്ള നമ്മുടെ വോൾട്ടേജ് റെഗുലേറ്റേഴ്സിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. SMPSന്റെ ബ്ലോക്ക് ഡയഗ്രാം ആൻഡ് ഇറ്റ്സ് അഡ്വാൻറ്റേജസ്, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്, പിന്നെ സേഫ്റ്റി ഓഫ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, പ്രിക്വേഷൻ ഇൻ ഹാൻഡ്ലിംഗ് ഇലക്ട്രോണിക് സർക്യൂട്ട്, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൻ്റെ ഫസ്റ്റ് സെഷനിൽ വരുന്നത്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ സ്വിച്ചസിനെ പറ്റിയിട്ടാണ്. അവിടെ നമ്മുടെ പുഷ് ഓൺ, പുഷ് ഓൺ ഓഫ്, പിന്നെ അതേപോലെ തന്നെ SPST, SPDT, സിംഗിൾ പോൾ സിംഗിൾ ത്രൂ സ്വിച്ച്, അതേപോലെ തന്നെ സിംഗിൾ പോൾ ഡബിൾ ത്രൂ സ്വിച്ച്, പിന്നെന്താ ലിമിറ്റ് സ്വിച്ച്, പ്രോക്സിമിറ്റി സ്വിച്ച്, റിലേസ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്വിച്ചസ് എന്നുള്ള ആ ഒരു സെഷനിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഇലക്ട്രോണിക്സിൻ്റെ സെഷനിൽ നമുക്ക് 8-bit മൈക്രോ കൺട്രോളറിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. ജസ്റ്റ് അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം, അത് നമ്മുടെ 8-bit മൈക്രോ കൺട്രോളേഴ്സിൻ്റെ ആപ്ലിക്കേഷനും നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ മൊബൈൽ ടെക്നോളജിയാണ്. അവിടെ നമ്മുടെ CDMA, അതേപോലെ തന്നെ GSM, കമ്പാരിസൺ ബിറ്റ്വീൻ 2G ആൻഡ് 3G ടെക്നോളജീസ്, ഈ കാര്യങ്ങളാണ് നമ്മുടെ മൊബൈൽ ടെക്നോളജി എന്നുള്ള ഒരു സെഷനിൽ നമുക്ക് നോക്കാനുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഇൻവേർട്ടേഴ്സ് ആൻഡ് UPS. ഓക്കെ, ഇവിടെ ഇൻവേർട്ടേഴ്സും UPSും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ബ്ലോക്ക് ഡയഗ്രാം, അതേപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ UPS, ഓഫ്ലൈൻ UPS, അടുത്തതായിട്ട് വേസ്റ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നുള്ള ആ ഒരു സെഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ നമ്മുടെ ആ പാർട്ട് വൺ എന്നുള്ള സെക്ഷനിൽ നമുക്ക് ടോട്ടൽ 30 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരിക. ഈ 30 മാർക്കിന് 10 മാർക്ക് എന്താണ്, നമ്മുടെ ടെക്നിക്കൽ മാത്തമാറ്റിക്സ് എന്നുള്ള സെഷനാണ്. ബാക്കിയുള്ള ഓരോ നമ്മുടെ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അവിടെ നമുക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, സിവിൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ 5 മാർക്ക്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ 5 മാർക്ക്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 5 മാർക്ക്. സോ ടോട്ടൽ 20 ഇവിടെയായി, 10 ഇവിടെയും. ടോട്ടൽ നമുക്ക് 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു സെഷൻ പാർട്ട് 1 എന്നുള്ള ആ ഒരു സെഷനിൽ വരിക. ഒരിക്കലും നമ്മൾ ആ ഒരു സെഷൻ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നമുക്ക് ഈസിലി ഈ ഒരു സെഷനിൽ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ നമ്മൾ ഈ പാർട്ട് 1 എന്നുള്ള ആ ഒരു സെഷൻ മാത്രം ഉൾപ്പെടുത്തി നമ്മൾ പ്രിപ്സ്കെയിൽ ആപ്പിലൂടെ പുതിയൊരു കോഴ്സ് നമ്മൾ ഈ വരുന്ന ജൂൺ 15-ാം തീയതി ലോഞ്ച് ചെയ്യുകയാണ്. നമുക്ക് ഈ ഒരു കോഴ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സിലബസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് ആയിരിക്കും. ഈ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസിൻ്റെ നോട്ട്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിൻ്റെ നോട്ട്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മൾ പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ട് ടെസ്റ്റ് സീരീസും ഉണ്ടാവും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ ലെക്ചർ പോളിടെക്നിക് എഞ്ചിനീയറിംഗ് ആ ഒരു എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് ക്വയറീസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സോ എല്ലാവരും പ്രിപ്പറേഷനിലായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു പ്രിപ്പറേഷൻ എല്ലാവരും കണ്ടിന്യൂ ചെയ്യുക. നമ്മുടെ മുന്നിലുള്ള വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. സോ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.